بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين وما توفيقي إلا بالله عليه توكلت وإليه أنيب بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان صدق الله مولانا العلي العظيم ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുശ് ശുഹൂർ എന്ന് വിശേഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേൽ റമദാനെ ഫർളാക്കുകയും അവരുടെ മേൽ നിർബന്ധമായി എഴുതപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ ആയത്ത് എല്ലാവർക്കും സുപരിചിതമായ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികളായ ആളുകളുടെ മേൽ നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവാൻ വേണ്ടി. അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ കൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്നത്. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഒരു അടുത്ത ജുമുഅ വരെ, അതുപോലെ ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ, റമദാനു ഇലാ റമദാന വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വസ്സലാത്തു ഇലസ് സ്വലാത്തി മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബൽ കബായിറു. ഒരു മനുഷ്യൻ വൻദോഷം ഒഴിവാക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിസ്കാരം അടുത്ത നിസ്കാരമാകുമ്പോൾ അതിനിടയിലുള്ളതിനെ പൂർണ്ണമായും പൊറുക്കപ്പെടാനുള്ള പ്രായശ്ചിത്തമായി ആ നിസ്കാരത്തെ സ്വീകരിക്കുന്നത് പോലെ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാന്റെ ഇടയിൽ വന്നുപോയ എല്ലാ പോരായ്മകളും ആ മനുഷ്യൻ വൻദോഷത്തെ വെടിഞ്ഞവനാണെങ്കിൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കാനുള്ള മാസമാണെന്ന് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇത് ക്ഷമയുടെ ഹുവ ശഹ്റുസ് സബ്രി വസ്സബ്റു സവാബുഹു വൽ ജന്ന. ക്ഷമയുടെ പരിശീലനമാണ് യഥാർത്ഥത്തിൽ. ഒരു മനുഷ്യൻ നോമ്പുകാരനോട് ചീത്ത പറയുമ്പോൾ ഇന്നീ സ്വായിമുൻ എന്ന് പറയുന്നത് സുന്നത്താണെന്ന് പഠിപ്പിച്ച ഇസ്ലാം. ഞാൻ നോമ്പുകാരനാണ്, ഞാൻ പ്രതികരിക്കുകയില്ല, അത് ക്ഷമയുടെ പരിശീലനമാണ്. അതുകൊണ്ടാണ് ഈ മാസത്തെ ക്ഷമയുടെ മാസം. ആവശ്യമായ സമയത്ത് ഭക്ഷണം ഉപേക്ഷിക്കുകയും നമുക്കൊരാവശ്യവുമില്ലാത്ത ആവശ്യമായ ഭക്ഷണത്തോട് നമുക്ക് വിമുക്തി തോന്നുന്ന പതിരാവിൽ അത്തായ സമയത്ത് ഭക്ഷണം കഴിക്കൽ. ഇന്ന ഫി സുഹൂരി ലബറക. ആ അത്തായ സമയത്ത് ബറക്കത്തുണ്ട്. ആ സമയത്ത് അത്തായം കഴിക്കൽ, ഈത്തപ്പഴം കൊണ്ടെങ്കിലും അത്തായം മുറുക്ക് വെള്ളമെങ്കിലും കഴിച്ച് അത്തായ സമയത്ത് വിശപ്പില്ലെങ്കിലും അതൊരു സുന്നത്താണെന്ന ബോധ്യത്തോടെ അത്തായത്തെ പ്രത്യേകമായി പരിഗണിക്കുക. അങ്ങനെ ക്ഷമയോടെ ഈ ക്ഷമയുടെ മാസത്തെ നന്നായി പരിഗണിക്കുന്ന ആളുകൾക്ക് സവാബുഹു അൽ ജന്ന, അവർക്കുള്ള കൂലി സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഒന്നാമത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. വലഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറു ഉത്ഖും മിനന്നാർ. നരകമോചനമാണ് ഒരു മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്ഷമയും നന്നായി അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള പരിശീലനവുമാണ്. വരുന്നൊരു 11 മാസക്കാലം അള്ളാഹുവിലേക്ക് അടുക്കാനും അവൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുമുള്ള വലിയൊരു ഊർജമാണ് ഈ റമദാനിലൂടെ നമ്മൾ കരസ്ഥമാക്കുന്നത്. അരമ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഓ നബിയേ, മൻ അദ്റക റമദാന ഫലം യഗ്ഫർ ലഹു അബ്അദല്ലാഹ് ഖുൽ ആമീൻ. നബിയെ, ഒരു മനുഷ്യൻ റമദാൻ ഷരീഫിൽ എത്തിക്കുകയും എന്നിട്ട് അവൻ അള്ളാഹുവിനെ കൊണ്ട് പൊറുപ്പിക്കുകയും ചെയ്തിട്ടെങ്കിൽ, പൊറുക്കലിനെ തേടിയിട്ടില്ലെങ്കിൽ, അവൻ്റെ പൂർണ്ണമായ ദോഷങ്ങളിൽ നിന്ന് മാറി പുതിയൊരു തീരുമാനവും ഒരു ദൃഢനിശ്ചയവും എടുക്കാത്ത പക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ വിദൂരത്താക്കി കളയട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് വിദൂരത്താകാനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ സ്വർഗമാകുന്ന അനുഗ്രഹത്തെ തൊട്ട് റഹ്മത്തിനെ തൊട്ടുള്ള വിദൂരതയാണ് അതുകൊണ്ട് അവനുണ്ടായിത്തീരുന്നത് എന്ന് മഹത്തുക്കൾ ഈ ഹദീസിനെ വിശദീകരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഖുൽ നബിയെ, തങ്ങൾ പറയണം ആമീൻ എന്ന് തങ്ങളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ. തങ്ങൾ ആമീൻ പറഞ്ഞ അങ്ങനെ വലിയ പ്രധാനപ്പെട്ട ഒരു ദുആ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ജിബ്രീൽ അലൈഹിസ്സലാം നടത്തുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുകയും ചെയ്ത ആ ഒരു പ്രസിദ്ധമായ ദുആ
ഇന്ന് ലോകത്ത് നാം മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദുആ പൂർണ്ണമായും അത് ഫലവത്താകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് കടന്നു വരുന്ന റമദാനിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാനം വരെ സൂക്ഷിക്കാനും അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, അന്നമൻ തഖറബ ഇലല്ലാഹി ഫീ റമളാന ബിഫർളത്തിൻ അദലത് ലഹു 70 ഫരീളതൻ ഫീ ഗൈരിഹി. ഒരു മനുഷ്യൻ ഈ മാസത്തിൽ ഒരു ഫറളായ കാര്യം വീട്ടുകയാണെങ്കിൽ അവന് 70 ഫറളുകൾ വീട്ടിയതിൻ്റെ സ്ഥാനവും അതിൻ്റെ കൂലിയും അള്ളാഹു തആല നൽകും. ആ 70 ഒരു ഫറള് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നത് മറ്റു മാസങ്ങളിൽ റബ്ബിലേക്കുള്ള അള്ളാഹുലേക്ക് അടുപ്പം സാധിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി റബ്ബിലേക്കുള്ള സാമീപ്യം കരസ്ഥമാകുന്നു. മൻ തഖറബ ഫീഹി ബിനാഫിലത്തിൻ അദലത് ലഹു ഫരീളത്തുൻ യുഅദ്ദിഹാ ഫീ ഗൈരിഹി. മറ്റു മാസങ്ങളിൽ ഒരു സുന്നത്ത് നിസ്കരിച്ചാൽ അവൻ ലഭിക്കുന്നതിനേക്കാൾ ഒരു സുന്നത്തായ ഐച്ഛികമായ ഒരു കാര്യം കൊണ്ട് വലിയൊരു ഫർള് കൊണ്ട് ലഭിക്കുന്ന അടുപ്പവും അതുകൊണ്ടുള്ള പ്രത്യേകതയും ബഹുമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്നു. മറ്റു മാസങ്ങളിലുള്ളതിനേക്കാൾ 70 ഇരട്ടിയും സുന്നത്തിന് ഫർദിൻ്റെ കൂലിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിപ്പിക്കുന്ന മാസമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ റമളാന വഖാമഹു ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്ന, ആരെങ്കിലും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും വളരെ ഈമാനോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹു എനിക്ക് പുറത്തു തരുന്ന പ്രതീക്ഷയോടുകൂടി അവന് റമദാനിനെ അവൻ കൊണ്ടാടിയാൽ, ആ റമദാനിൽ ജീവിച്ച് റമദാൻ്റെ വേണ്ട വിധത്തിൽ സ്വീകരിച്ച് യാത്രയാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞു പോയ മുഴുവൻ ദോഷങ്ങളും അവന് പുറത്തു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കടന്നു വരുന്ന റമദാൻ അതിൻ്റെ നിലാവ്, ആ റമദാൻ്റെ മാസപ്പിറവ് കാണുമ്പോൾ ആ മാസപ്പിറവ് നോക്കി അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ ഹിലാലു റുഷ്ദിൻ വ ഖൈർ, സന്തോഷത്തിൻ്റെയും ഗുണത്തിൻ്റെയും പ്രതീക്ഷയുടെയും മാസപ്പിറവി എന്ന് അർത്ഥം വരുന്ന സുന്നത്തായ വാചകം ഉച്ചരിക്കൽ സുന്നത്താണ്. ആദ്യ നിമിഷം മുതൽ പരിശുദ്ധ റമദാനെ വേണ്ട വിധത്തിൽ കബൂൽ ചെയ്യണം, സ്വീകരിക്കണം, കാത്തിരിക്കണം എന്നാണ് ഈ മാസപ്പിറവ് കാണുമ്പോൾ ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താക്കിയതിൻ്റെ താത്വികമായ വശമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല വഅദ ചെയ്ത, നമ്മളോട് കരാറ് ചെയ്ത ആ മഗ്ഫിറത്തും മർഹമത്തും വിജയവും കരസ്ഥമാക്കാനുള്ള പുണ്യദിനങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ വിശുദ്ധിയോടെയും എല്ലാ ഐശ്വര്യത്തോടെയും പരിശുദ്ധ റമദാനെ സ്വീകരിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകി, പാപമോചനം നൽകി അടുത്തൊരു നല്ലൊരു ഭാവി ഞങ്ങൾ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.